Hortus Malabaricus, Heritage International Exotic Aqua Pet Show and Mango Fest. പൈതൃക നഗരിയായ ഫോർട്ട് കൊച്ചി വെളി മൈതാനത്ത് ഡോഗ് ഷോ, വ്യത്യസ്ത ഇനത്തിൽപ്പെട്ട വളർത്തുമൃഗങ്ങളുടെ അപൂർവ കാഴ്ച. ഗ്രേ പാരറ്റ്, സെനഗൽ പാരറ്റ്, ബ്രോയിഡഡ് പാരറ്റ്, സൺ കോണർ, ജാൻഡെ കോണർ, നദ്യ കോണർ, പേർലി കോണർ, ബ്ലൂ യെല്ലോ സൈഡഡ്, ഗ്രീൻ ചീക്ക്, ബ്ലൂ മോങ്ക്, റെയിൻബോ ലോറിക്കീറ്റ്, റെഡ് കളേർഡ് ലോറിക്കീറ്റ്, 5 type finch, ferret, sugar glider, hedgehog, python, iguana red, iguana green, 5 type pheasant, 5 type rare fancy hen, 5 type rare pigeons, turkey, tarantula spider. വരിക, ആസ്വദിക്കുക. പ്രവേശന ഫീസ് മുതിർന്നവർക്ക് 60 രൂപ, കുട്ടികൾക്ക് 40 രൂപ. മെയ് 21 ആരംഭിക്കുന്നു. ഫോർട്ട് കൊച്ചി വെളി മൈതാനിയിൽ. ജോയിന്റ് കൗൺസിൽ കോതമംഗലം മേഖലാ സമ്മേളനം നടന്നു. സർക്കാർ ജീവനക്കാരുടെയും അധ്യാപകരുടെയും ശമ്പളം പരിഷ്കരിച്ചു നൽകാൻ 12ാം ശമ്പള പരിഷ്കരണ കമ്മീഷനെ നിയമിക്കാൻ നടപടി സ്വീകരിക്കണമെന്ന ജോയിന്റ് കൗൺസിൽ കോതമംഗലം മേഖലാ സമ്മേളനം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം MC ഗംഗാധരൻ സർക്കാരിനോട് ആവശ്യപ്പെട്ടു. 1973 അച്യുതമേനോൻ സർക്കാരാണ് ആദ്യമായി അയ്യഞ്ചാണ്ട് ശമ്പള പരിഷ്കരണം പ്രഖ്യാപിച്ചത്. കേരളത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാരുകൾ 5 വർഷം തത്വം പാലിച്ച് ശമ്പളം പരിഷ്കരിച്ചു നൽകുന്നതാണ് പതിവ് രീതി. 2019 ജൂലൈ 1 നിയമിച്ച 11ാം ശമ്പള കമ്മീഷന്റെ കാലാവധി 2024 ജൂൺ 30 അവസാനിക്കുകയാണ്. 2024 ജൂലൈ 1 പ്രാബല്യത്തിൽ 12ാം ശമ്പള പരിഷ്കരണം നടത്തേണ്ടതാണ്. നാളിതുവരെയായി ശമ്പള കമ്മീഷനെ നിയമിക്കുന്നതിനുള്ള നടപടി സ്വീകരിച്ചിട്ടില്ല. 11ാം ശമ്പള പരിഷ്കരണത്തിന്റെ ആനുകൂല്യ കുടിശ്ശിക 4 ഗഡുവായി അനുവദിച്ചിരുന്നത് ജീവനക്കാർക്ക് അനുഭവവേദ്യമായിട്ടില്ല. 19% ക്ഷാമബത്ത കുടിശ്ശികയാണ് ഉള്ളത്. സാമ്പത്തികമായി വലിയ ദുരിതമനുഭവിക്കുന്ന ജീവനക്കാരുടെ സാമ്പത്തിക ആനുകൂല്യങ്ങൾ അടിയന്തരമായി അനുവദിക്കുന്നതിനും സർക്കാർ നടപടി സ്വീകരിക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. കോതമംഗലം മേഖലാ പ്രസിഡന്റ് VK ചിത്ര അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന കമ്മിറ്റി അംഗം PA രാജീവ് സംഘടനാ റിപ്പോർട്ടിംഗും മേഖലാ സെക്രട്ടറി അനിൽകുമാർ KN പ്രവർത്തന റിപ്പോർട്ടും ട്രഷറർ ബിനീഷ് PN വരവ് ചിലവ് കണക്കും അവതരിപ്പിച്ചു. സംസ്ഥാന കമ്മിറ്റി അംഗം SKM ബഷീർ, ജില്ലാ പ്രസിഡന്റ് A അനൂപ്, സെക്രട്ടറി ഹുസൈൻ പതുപന, ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗങ്ങളായ സുഭാഷ് PM, അരുൺകുമാർ G, സുരേന്ദ്രൻ TK, അബ്ദുൾ റസാഖ് BP, രജനി രാജ്, സൗമ്യ അബ്രഹാം എന്നിവർ സംസാരിച്ചു. സിജി പോൾ സ്വാഗതവും സുമേഷ് PG നന്ദിയും പറഞ്ഞു. ഭാരവാഹികളായി MR അശോകൻ പ്രസിഡന്റ്, അനിൽകുമാർ KS, അബ്ദുൾ റസാഖ് BP വൈസ് പ്രസിഡന്റ്, VK ചിത്ര സെക്രട്ടറി, ഉനൈസ് സുബേർ PJ ജോയിന്റ് സെക്രട്ടറിമാർ, രജനി രാജ് ട്രഷറർ എന്നിവരെയും തെരഞ്ഞെടുത്തു. കേരളത്തിലെ സിവിൽ സർവീസ് കേരളത്തിലെ സിവിൽ സർവീസിൽ ഒട്ടേറെ മാറ്റങ്ങൾ ഉണ്ടായി. കേരളത്തിലെ സിവിൽ സർവീസിൽ മാത്രമല്ല, കേരളത്തിന്റെ പൊതു ബോധത്തിൽ തന്നെ വലിയ മാറ്റങ്ങൾ ദർശിച്ച ഒരു കാലയളവാണ് നമ്മൾ പിന്തുടർന്നു പോകുന്നത്. 1957 ഗവൺമെന്റ് കേരളത്തിൽ വന്നപ്പോൾ കേരളത്തിൽ നടപ്പിലാക്കിയ വികസന പദ്ധതികൾ, ആ പദ്ധതികൾ എന്ന് പറയുന്നത് കേരളത്തിന് വളരേണ്ടതായ ഒരു സാഹചര്യത്തിലൂടെയാണ് കേരളം മുന്നോട്ട് പോയത്. ആ വളർച്ചയ്ക്ക് ഉപയോഗപ്പെടുത്തുന്നതിന് വേണ്ടിയുള്ള ന്യൂസ് ബ്യൂറോ, കോതമംഗലം.